വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. സോ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ LSS കിട്ടണം എന്ന ആഗ്രഹമുള്ള മക്കൾക്ക് വേണ്ടിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു മത്സര പരീക്ഷ എഴുതുന്നത്. അതാണ് നമ്മുടെ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം, അതായത് LSS എക്സാം. സോ എക്സാമിന് വേണ്ടി നിങ്ങളെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ചെറിയ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ EVSന്റെ ടെക്സ്റ്റ് ബുക്കിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. EVSന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബേസിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. സോ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പശയുള്ള നാക്ക് ഉപയോഗിച്ച് ഇര തേടുന്ന ജീവികൾ ഏതൊക്കെ? ഓർഗാനിസം ദാറ്റ് ക്യാച്ച് പ്രേ യൂസിങ് സ്റ്റിക്കി ടങ്. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിയായിട്ടുള്ളത് എഴുതാനായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് കുറിപ്പായിട്ട് എഴുതാൻ, അതായത് കുറച്ചും കൂടി ഒന്ന് ഒരു ഷോർട്ട് നോട്ട് പോലെ ഒരു കുറിപ്പ് എഴുതാൻ, വിവരിച്ച് എഴുതാനായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ ഓരോ ഓപ്ഷനും തരാതെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പശയുള്ള നാക്ക് ഉപയോഗിച്ച് ഇര തേടുന്ന ജീവികൾക്ക് ഉദാഹരണം. അപ്പൊ ഫ്രോഗ്, അതായത് നമ്മുടെ തവള, അതുപോലെ തന്നെ മരയോന്ത്, നമ്മുടെ ചാമലൻ, അതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം: വിരലില്ലെങ്കിലും നഖമുള്ള ജന്തു ഏതാണ്? ഇതൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആനയാണ്. ആനിമൽ that has nail but has no toes, അതായത് വിരലില്ല പക്ഷെ നഖമുണ്ട്. അടുത്ത ചോദ്യം: പക്ഷികളുടെ രാജാവ്. നമ്മൾ പക്ഷികളെ പറ്റി കുറെ കാര്യങ്ങൾ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? നമ്മുടെ കഴുകൻ അല്ലെങ്കിൽ വൾച്ചർ ആണ്. ഇനി അടുത്ത ചോദ്യം: മനുഷ്യ ശരീരത്തിലെ അസ്ഥി ഇല്ലാത്ത അവയവം ഏതാണ്? ദ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി വിത്തൗട്ട് ബോൺസ്. അസ്ഥി ഇല്ലാത്തൊരു അവയവം ഏതാണ്? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ, നമ്മുടെ നാക്ക്, നമ്മുടെ ടങ്ങാണ്. ഇനി അടുത്തത്: വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, ജനറൽ നോളജിന്നും നമുക്ക് എന്താണ് ഒരു പേപ്പർ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായിട്ടുള്ള അകലം, ദ കറക്റ്റ് ഡിസ്റ്റൻസ് ഫോർ ക്ലിയർ വിഷൻ എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ കാഴ്ച പരിശോധിക്കാനായിട്ടൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ലെറ്റർ പാഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരു അസ്ഥി ഏതാണ്? ദ ഓൺലി മൂവബിൾ ബോൺ ഇൻ ദി സ്കൽ. ഏതായിരിക്കും? അതും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം താടിയെല്ല്, ജോബോൺ. ഇനി അടുത്തത്: കോഴിമുട്ട വിരിയാൻ വേണ്ട ദിവസം എത്രയാണ്? യെസ്, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, 21 days ആണ്. ഇനി അടുത്തത്: പുറകിലോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി. സാധാരണ പക്ഷികളൊക്കെ എന്താണ്, മുന്നോട്ടേക്കോ പറക്കും. ഇനി പുറകിലോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി, അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചിറകടിച്ച് വീണ്ടും ഇങ്ങനെ ചിറകടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പക്ഷി ഏതാണ് മക്കളെ? നമ്മുടെ സ്വന്തം ഹമ്മിങ് ബേർഡ് ആണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: കാട്ടിലെ മരപ്പണിക്കാരൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? ദ ബേർഡ് ദാറ്റ് ഈസ് നോൺ ആസ് എ കാർപ്പൻറ്റർ ഓഫ് ദി ഫോറസ്റ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം അല്ലെ. കാട്ടിലെ മരപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പക്ഷി ഏതാണ്? നമ്മുടെ മരംകൊത്തിയാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ചോദ്യം ആലോചിക്കുക: കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? അത് 2 ഉദാഹരണമെങ്കിലും നിങ്ങൾ മിനിമം ഓർത്ത് വെക്കുക. ഒന്ന് നമ്മുടെ തട്ടേക്കാട്, മംഗളവന. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം, അതുപോലെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സോഴ്സിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും വേറൊരു കുട്ടി ക്ലാസ്സുമായിട്ട് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു QR കോഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ സ്കാൻ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.